എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ ചാനൽ ഹാർഡ് വോസ്. അപ്പം ഇന്ന് കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, മാർച്ച് 16 അപ്പം ഞങ്ങൾ ഏപ്രിൽ 2 ശരിക്കും പിറന്നാള്, പിറന്നാള് അതാണ് ആഘോഷം. അപ്പം ഇന്ന് 16 ഞങ്ങൾ ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ ആവാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പോണു. അപ്പം വളരെ കുറച്ച് ഞങ്ങൾ അച്ഛനമ്മമാര്, പിന്നെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടും കടലക്കറിയും നമ്മൾ കാറ്ററിംഗ് ഏൽപ്പിച്ചു. ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യ. ചേച്ചിയുണ്ട്, സനോജേട്ടനുണ്ട്. അപ്പം കുഞ്ഞുമണി നല്ല വർക്കായി കേട്ടോ. അതിന് വേർത്തിട്ട് ചൂടെടുത്തിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ട് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് സ്പെഷ്യൽ എഗ്ലെസ് കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നുണ്ട്. ആ കാണാണ്ട് തൊപ്പി കുഞ്ഞോടെ അപ്പൊ ഇതാണ് നമ്മുടെ ജംഗിൾ തീമിലുള്ള കേക്ക്. കുഞ്ഞുമണിക്ക് ഇത് നമുക്ക് ചെയ്ത് തന്നത് സ്പെഷ്യൽ എഗ്ലെസ് കേക്കാണ്. കേക്ക്സ് ബൈ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള സുഭദ്ര എന്ന് പറഞ്ഞ ചേച്ചിയാണ് കുന്നംകുളത്തുനിന്ന് ചെയ്ത് അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരും. നല്ല ടേസ്റ്റ് ഉണ്ട്. നട്ട്സ് ഉണ്ട്, അതിനകത്ത് നട്ട്സ് ഉണ്ട്. അതെ, നമ്മൾ പറഞ്ഞ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഈ എന്താ പേസ്ട്രി പോലുള്ളത് കുറവ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചാക്കിയിട്ട് ഉള്ളിൽ അധികം നട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്ത് തന്നിരിക്കുന്നത്. എഗ്ലെസ് സ്പെഷ്യലി മെയ്ഡ് എഗ്ലെസ് കേക്കാണ്. അപ്പം അങ്ങനെ കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കാം. ശ്രീരാപ്പിള മെസ്സിയുണ്ട്. മുത്തശ്ശന്മാരും മുത്തശ്ശിയും കുഞ്ഞുമണിയും എൻജോയ്. എൻ്റെ ശബ്ദം പോയിരിക്കും, അതങ്ങനെ കേട്ടോ.
കുഞ്ഞുമണി ആദ്യം കഴിക്കാൻ ഇത്തിരി മടിച്ചു അല്ലേ? പിന്നെ മടമട. പിന്നെ നല്ല ഇഷ്ടായി. കുറെ walnuts ഉണ്ട്. അയ്യോ പൊട്ടിക്കടാ കുഞ്ഞുമണി പൊട്ടിക്കടാ. ഊണയിക്കാനുള്ള പരിപാടികളാണ്. സദ്യ. സിമ്പിൾ സദ്യ. അതെ. കൂട്ടുകറി, പയറും കാബേജും കൂടെയുള്ള ഉപ്പേരി. പൈനാപ്പിൾ അല്ല മധുരം എന്തോണ്ടോ ഇല്ല അല്ലേ? അവിയല്, ഓലൻ, മാങ്ങാ പുളിശ്ശേരി. ആ മാങ്ങാ പുളിശ്ശേരി. അതാ ഞാൻ പറഞ്ഞ മധുരം എന്തോ പപ്പടം. പപ്പടം. നാരങ്ങാക്കറി, പുളിയിഞ്ചി, പപ്പടം. എന്താ ഹായ് അതാ അയ്യോ അയ്യോ പൊട്ടിക്കോ കുഞ്ഞുമണി ഒന്ന് ഇരിക്കൂ കാണട്ടെ. ഇരിക്കൂ. എങ്ങനെ ഇരിക്കുക? ആ അവിടെ ഇരിക്കൂ. ആ അയ്യോ ആ ആ എങ്ങടാ കുഞ്ഞുമണി? അതിൻ്റെ ഉള്ളിലേക്ക് പോക്കോളൂ. അയ്യോ അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടേ? അതാ കുഞ്ഞി കസേര. ഗഞ്ചുവടി ഗഞ്ചുവടി. ആ കുഞ്ഞുമണി എടുക്കൂ, വീഡിയോ എടുക്കൂ. ആ എല്ലാരും മാമുണ്ണാണ്. അപ്പൊ അങ്ങോട്ട് പോയിണ്ടാവും. കറികളൊക്കെ സൂപ്പറാണോ? അതെ അടിപൊളി അല്ലേ? രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ കാറ്ററിംഗിന്റെ ഒക്കെ അടിപൊളി. അമ്മൂത അപ്പുറത്തൊക്കെ കേക്ക് കൊടുക്കാൻ വേണ്ടി പോയേക്കാണ്. നമ്മുടെ ബാബേട്ടൻ്റെ അവിടെയും സൈസേട്ടൻ്റെ അവിടെയും ഒക്കെ. കുഞ്ഞുമണി വിശക്കുണ്ടാ? എന്തൊക്കെയാ എടുക്കണ്ട കുഞ്ഞുമണിക്ക്? വെള്ളം വേണം. വെള്ളമാണല്ലോ കുഞ്ഞുമണിയുടെ ഫേവറേറ്റ്. ചുട്ടിട്ട് അമ്മേ സൂപ്പർ കാച്ചാണല്ലോ. നമ്മുടെ പാലട ഉണ്ട്. ഏട്ടാ ചോറ് കുറച്ചുകൂടെ പായസം പായസം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് കുഞ്ഞുമണിയുടെ പിറന്നാളാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ബർത്ത്ഡേയുടെ വീഡിയോ കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങളിത് കണക്ക്. കുഞ്ഞുമണി ഭയങ്കര വികൃതിയായിട്ട് നടക്കുന്നുണ്ട് ചീക്കുട്ടിയോപ്പള കൂടെ. ചീക്കുട്ടിയോപ്പള ഒരു ഹായ് പറയും. കുഞ്ഞുമണി കുഞ്ഞുമണി. അപ്പോൾ അപ്പുവേട്ടൻ ഇവിടെ ഗർഗഹോമം ചെയ്യാണ്. ശംഭുവേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അയ്യോ നീ എവിടെ ഇരിക്കുക? അനിയത്തിയുടെ കൂടെ ഇരിക്കുക. എന്റെ പിറന്നാളല്ലേ? അയ്യോ ശരി, പോകണ്ടല്ലേ? അതിപ്പോ പിറന്നാൾ ഹോമാണ്. അപ്പൊ പോകൊക്കെ ഉണ്ടാവും കേട്ടോ. പിറന്നാൾ ഹോമം കഴിക്കുമ്പോഴുള്ള പുക ശ്വസിക്കണം. അപ്പോഴാണ് ശ്വാസകോശത്തിനൊന്നും അസുഖം ഉണ്ടാവില്ല. നമ്മുടെ റിലേറ്റീവ്സൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വരും. ഇപ്പം ഒന്ന് അമ്പലത്തിൽ പോയി തൊഴിക്കണം കുഞ്ഞുമണീനെ. അമ്മ ഇവിടെ കുഞ്ഞുമണീനെയും ശ്രീകുട്ടീനെയും മുണ്ടുടിപ്പിക്കുക കേട്ടോ. നോക്കട്ടെ, രണ്ടാളും ഒന്ന് നടക്കൂ. അതിന് കൈ പിടിച്ച് നടക്കൂ. കുഞ്ഞുമണിക്ക് നിൽക്കുക, നടക്കാൻ പറ്റില്ല സംശയം. പൂരി വരും, അത് ഉണ്ട്. നമ്മൾ മുണ്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്തു. കുഞ്ഞുമണിക്ക് നീലയും ശ്രീകുട്ടിക്ക് മഞ്ഞയാക്കി. ഇതാണ് ചെറിയ മുണ്ട്. ശ്രീകുട്ടിക്ക് മഞ്ഞ വേണമെന്ന് പറഞ്ഞിട്ട്, അല്ല നീല വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യം അതാ ഊരിപ്പോണു ഊരിപ്പോണു. എങ്ങനെയുണ്ട് ചീക്കുട്ടി? സുന്ദരിയായില്ലേ? എല്ലാരും കമന്റ് ചെയ്യണേ. കുഞ്ഞുമണി ഒന്നും പോയിരിക്കരുത്. മനസ്സിലായി. കുഞ്ഞുമണി കൊടുക്കൂ അമ്മാമന്. ആ അമ്മാമന് കൊടുക്കൂ. ശരാ അതന്നെ ഇതൊരു വായ്പ. അതിറങ്ങി ഓടി. അങ്ങോട്ട് പോരും. കുഞ്ഞുമണി 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 കുഞ്ഞുമണി. അമ്മാട്ടൂതലത് അമ്മ
അച്ഛന്റെ പിറന്നാളാണ്. 4-ാം തീയതി അച്ഛന്റെ പിറന്നാള്. ഇന്ന് 2-ാം തീയതി കുഞ്ഞുമണിയുടെ പിറന്നാള്. നമ്മൾ രണ്ടും കൂടി 2-ാം തീയതി. ഇന്നാണല്ലോ ആഘോഷം. അങ്ങനെ രാവിലത്തെ പരിപാടികൾ ഇവിടെ തുടങ്ങി. ഇഡ്ഡലി, സാമ്പാർ, കേസരി പരിപാടികൾ. ഇതൊക്കെ ഇപ്പൊ പൊട്ടിക്കോ കുഞ്ഞുമണിയാ? അപ്പൊ എങ്ങനെയൊക്കെ പരിപാടി? നമ്മള് പല്ലപ്പം ചെയ്യാൻ പോവാണ്. എന്നുവെച്ചാ കൊറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേതാണ് കുഞ്ഞുമണിയും ബാക്കിയുള്ള കുട്ടികളും എടുക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അത് വെച്ചിട്ട് നമ്മള് കുഞ്ഞുമണിയുടെ ഇപ്പത്തെ ചിന്താഗതി എന്താണ് പൗഡറ്, കൺമഷി, ഇതൊക്കെ കണ്ടോ? എല്ലാം കാണട്ടാ. ആദ്യം കുഞ്ഞുമണിയാ? ആദ്യം കുഞ്ഞുമണി. അതെല്ലാം എടുക്കണത് എവിടെ ശ്രീകുട്ടി? എവിടെ? ശർക്കരപ്പേരി. ശർക്കരപ്പേരി. ശർക്കരപ്പേരി എടുത്ത് മതി. ഒക്കെ നിർത്തലു. നല്ലോണം നോക്കി മനസ്സിലാക്കിക്കോ. അമ്മൂന് ഏതാ വേണ്ടേ? നന്നു 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 നന്നു. നാരായണൻകുട്ടൻ അവിടെ വെച്ചോട്ടാ. അവിടെ വെച്ചോ. ഇത് കുട്ടിക്കളിയല്ല, ഇത് ദേശാന്തര വ്യത്യാസമായിട്ട് നടത്തിവരുന്ന കുട്ടികളുടെ ഭാവി പ്രവചിക്കുന്ന ഒരു കളിയാണ്. കളി എന്നും പറയാം. ആചാരപരമായിട്ട് എല്ലാ തറവാടുകളിലും പണ്ട് നടത്തിയിരുന്നു. നടത്താൻ വേണ്ടി രാജാക്കന്മാരെ, ബ്രാഹ്മണരെയും അന്തർജനങ്ങളെയും കൊച്ചു കുട്ടികളെ വരെ ക്ഷണിച്ചു കൊണ്ടുവന്നിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് കോഴിക്കോട് ഭാഗത്ത്, വടകര ഭാഗത്തൊക്കെ ആചാരങ്ങളോടുകൂടി ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലരൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ നമ്മുടെ കുട്ടിക്ക് ഇപ്പോൾ 1 വയസ്സ് കഴിയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ പല്ല് വരുന്ന സമയത്ത്, 2 or 3 പല്ല് വരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ നടത്താറ്. അതന്നെ രാജാക്കന്മാരുടെ അടുത്തൊക്കെ സ്വർണ്ണപാത്രം, വെള്ളിപ്പാത്രം അങ്ങനെയൊക്കെയാണ്. ബ്രാഹ്മണരുടെ അവിടെ നാക്കിലകളിലും അരിക്കഷ്ണങ്ങളിലൊക്കെയാണ് വെച്ച് നടത്തുക. ഇന്നിപ്പോൾ ഇവിടെ 4 കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളെ വെച്ച് നടത്താം. ശരിക്കും ഇങ്ങനെയെല്ലാം നടത്താറ്. നമ്മുടെ കൊച്ചു കുട്ടി മാത്രം നീന്തി ചെന്നിട്ട് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ചെയ്യുക. പക്ഷെ ഇന്ന് ഇവിടെ അങ്ങനെ ഓടി നടക്കാറായതുകൊണ്ട് കുട്ടികൾ 4 ആളുള്ളത് കാരണം ആദ്യം കുട്ടിയെ പറഞ്ഞിച്ചു, പിന്നെ മറ്റേ കുട്ടിയെ പറഞ്ഞിച്ചു. അങ്ങനെ 4 പേരുടെയും ഒരു കേളി രംഗമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഈ ആചാരം.
ഇതൊരു ആചാര പെരുമയായിട്ട്, ഒരു എന്താ പറയുക, നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് നടന്നിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനാർഹമാണ്. ഇനിയും ഇത്തരം ഇതൊരു ദേശീയോത്സവമോ ഗ്രാമത്തിൻ്റെ ഉത്സവമോ ഒന്നുമല്ല, ഓരോ കുടുംബങ്ങളിൽ നിലനിന്ന് വന്നിരുന്ന നല്ലൊരു ആചാരമാണ്, ഒരു കേളിയാണ്. കേളി മീൻസ് ഓണക്കാലത്ത്, തിരുവാതിരക്കാലത്ത്, വിഷുവിന് ഒക്കെ ഇങ്ങനെ കുറച്ച് കുട്ടികൾ എവിടെയുണ്ടെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നടത്തുന്ന ഒരു ആചാരമാണ്. അതാണ് ഇവിടെ നടത്തി. പൊട്ടുന്നില്ല. നമ്മള് ഊണിനുള്ള ഒരുക്കത്തിലേക്ക് പോവുകയാണ്. എന്താ ചൂട്? ഉച്ചഭക്ഷണമൊക്കെ സെറ്റാണ്. നമ്മളവിടെ അമ്പലത്തിൽ പോയിട്ട് എത്തിയിട്ടില്ല. നന്നായിട്ട് അറിയാം. കുഞ്ഞുമണി ഊണയിക്കാൻ പോവാണ്. ആദ്യം അതിൽ വിളമ്പിയോ? ഞാൻ സാധനം ഇങ്ങനെ കൊണ്ടുതരാം. വേണമെങ്കിൽ വിളമ്പാലോ? അത് പറഞ്ഞു ഇതിൽ വേണം. പഞ്ചാക്ഷരം ജപിച്ച് വിളമ്പുക. പഞ്ചാക്ഷരം ജപിച്ച് അവസ്ഥയിൽ അത് കൊടുക്കണം. രണ്ട് കൈകൊണ്ട് കൊണ്ടിരിക്കാം. അപ്പഴം ചെയ്തു പടപടേ അതിൽ വിളമ്പിയില്ലേ? ഒച്ച വിളമ്പണം. ആ വിളക്കി നോക്കൂ. നമ്മളെ കാര്യം ഇതൊന്ന് വിളമ്പോ ബാഷ്. എല്ലാം വിളമ്പണ്ടേ? ഇപ്പൊ കഴിഞ്ഞേ ഞാൻ പായസം ഉണ്ടാവും. രസം പായസം ഉണ്ടാവും. എന്താ എങ്ങനെ പാട്ട് പാടിത്തരണോ ഇനി കഴിക്കാൻ? എന്നാ കഴിക്കോ? അമ്പല ഗോപുര നടയിലൊരാൻ കൊമ്പനെ ഞാൻ രസം വേണ്ടേ? ഇവിടെ കൊടുക്കൂ, ഗണപതിക്ക് കൊടുക്കൂ പായസം. പായസം വേണ്ടേ? നമുക്ക് കഴിച്ചോളൂ. അതാ വരുന്നു, അതാ വരുന്നു. അമ്മ മേടിക്കും, അമ്മ മേടിക്കും. പൊടിക്കല്ലേ? അത് വെറുതെ കളയാലോ. ഇനി ഓപ്പോട്ടല്ലേ എന്ന് വാരി കഴിക്കൂ.
അല്ലേ? ആ ചോറൊക്കെ അതിലേക്ക് ഇട്ടോ. കൂട്ടാൻ പറ്റിയതാ. അല്ല പപ്പടം പൊടിച്ചിട്ടുണ്ട്. ഈ ചോറ് എടുക്കാൻ നേദ്യ ചോറ് വേണം. ഇങ്ങനെ എന്നാലേ നല്ല ബുദ്ധി ഉണ്ടാവുള്ളൂ. അതല്ല ഇത് കഴിച്ചാലും നല്ല ബുദ്ധി ഉണ്ടാവും. ഇടത്ത കൈ കൊണ്ടാണ് കഴിക്കുന്നത്. എവിടേക്കാ പോയേ? ചാവക്കാട് പോകുന്ന വഴി ഗാന്ധിനഗർ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഉണ്ട്. ഭയങ്കര നമ്മള് കുഞ്ഞുമണീനെ മുട്ടയാക്കാൻ പോവാട്ടോ. ചീക്കുട്ടിക്ക് മുട്ട അടിക്കണ ചെറുതാക്കിയാ മതി അല്ലേ? അപ്പൊ ഇനി വേറെ ലുക്കായിരിക്കും കുഞ്ഞുമണി. അല്ല കുഞ്ഞുമണി? കുഞ്ഞുമണി അജു 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 അജു. എന്താ അതാ കുഞ്ഞുമണി ഇപ്പൊ ഒരു ഫുട്ബോളറിനെ പോലെ ആയിരിക്കുകയാണ്. അതെ, എന്നാലും ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ വാശി വരാൻ തുടങ്ങി. കുഞ്ഞുമണിയുടെ ലുക്കൊക്കെ മാറിയിട്ടാ. അവിടെ ചീക്കുട്ടി പണി തുടങ്ങിയിട്ടുണ്ട്. ചെറിയിരിക്കോ കുനിഞ്ഞു കുനിഞ്ഞു. ഒരുപാട് കുനിയണ്ട, തല മാത്രം. അടിപൊളി പണിയതാ. 70% കഴിച്ചു. ആളിനകത്ത് പോസ്റ്റ് ടോയ്ലറ്റ് അല്ലേ? നോക്കണ്ടേ വെള്ളമുള്ള കാരണം രക്ഷപ്പെട്ടു. അതെ, എനിക്ക് താക്കോല്. അതാ തടിക്കണ്ട. അതാ 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 ഓയ് ഓയ് വേദനിച്ചു കുഴപ്പം. ഇതാരത്? പിന്നീട് ആരാത്? ആരാത് പിന്നീട്? അതാ 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 ഇന്നലെ ഇതൊക്കെ ആയില്ലേ? എനിക്ക് മനസ്സിലാവണില്ല എന്തൊക്കെയോ സംഭവിക്കുന്നു. കണ്ണാടിയിൽ കണ്ടിട്ട് സന്തോഷം. അത് വെച്ച് പരിചയക്കേടാവുന്നു സ്വന്തം തന്നെ. അതൊന്നുമില്ല.